അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമായിരിക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിവിധ നഗരങ്ങളിൽ റെയ്ഡ് നടത്തി ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ശിക്ഷാ കാലയളവിന് ശേഷം അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്നതാണ് പതിവ്. എന്നാൽ കുടിയേറ്റക്കാരെ മാതൃരാജ്യത്തേക്ക് നാട് കടത്തുന്നതിന് പകരം അവരുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്താനുള്ള നീക്കവും ഹോംലാൻഡ് സെക്യൂരിറ്റി ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിനിപ്പോൾ ഫെഡറൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സ്വന്തം രാജ്യമല്ലാത്ത മൂന്നാം രാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിവാദ നയം നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. മതിയായ നോട്ടീസോ പരാതിപ്പെടാനുള്ള അവസരമോ നൽകാതെ കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ അയക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മസാച്യുസെറ്റ്സിലെ ഡിസ്ട്രിക്ട് ജഡ്ജി ബ്രയാൻ മർഫിയാണ് ബുധനാഴ്ച ഉത്തരവിട്ടത്. ഭരണകൂടത്തിന്റെ ഈ നടപടി കുടിയേറ്റ നിയമങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും ലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ വർഷം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനെതിരെ ഒരു കൂട്ടം കുടിയേറ്റക്കാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായക വിധി വന്നത്. സ്വന്തം രാജ്യത്ത് പീഡനമോ ഭീഷണിയോ നേരിടുന്നതിനാൽ അവിടെ നിന്ന് പലായനം ചെയ്തവരെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മതിയായ നോട്ടീസ് നൽകാതെയും ആക്ഷേപങ്ങൾ കേൾക്കാതെയും ഒരാളെ അപരിചിതമായ മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നത് ഭരണഘടന നൽകുന്ന ഡ്യൂ പ്രോസസ് അവകാശത്തിന്റെ ലംഘനമാണെന്ന് ജഡ്ജി മർഫി തന്റെ ഉത്തരവിൽ പറഞ്ഞു. ട്രംപ് ഭരണകൂടം അടുത്തിടെ ക്യൂബ, ലാവോസ്, മെക്സിക്കോ, മ്യാൻമർ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ആഭ്യന്തര യുദ്ധം തകർത്ത തെക്കൻ സുഡാനിലേക്ക് നാടുകടത്താൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വെറും 24 മണിക്കൂറിൽ മാത്രം നോട്ടീസ് നൽകി കുടിയേറ്റക്കാരെ വിമാനത്തിൽ കയറ്റി അയക്കുകയായിരുന്നു നീക്കം. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്ന് ഈ വിമാനം ജിബൂട്ടിയിലെ US നാവിക താവളത്തിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. അവിടെ തടവുകാരെ പോലെ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ട്രംപ് ഭരണകൂടം ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. കുറ്റവാളികളായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ തങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വാദം. മൂന്നാം രാജ്യങ്ങൾ ഇത്തരക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ടെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ ഈ ഉറപ്പുകൾ എത്രത്തോളം വിശ്വസനീയമാണെന്നും ആരാണ് ഇതിന് മറുപടി നൽകേണ്ടതെന്നും കോടതി ചോദിച്ചു. ഈ വിധി കുടിയേറ്റ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ്. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചേർന്ന ഇത്തരം നാടുകടത്തലുകൾക്കായി ട്രംപ് കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. കോടതി വിധി നിലവിൽ വന്നതോടെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെ ആരെയും മൂന്നാം രാജ്യങ്ങളിലേക്ക് അയക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഇനി ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള നാടുകടത്തൽ നടപടികളെ കുറിച്ച് കൂടി നോക്കാം. മുൻ ഭരണകൂടങ്ങളെ അപേക്ഷിച്ച് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിലും അതിർത്തി നിയന്ത്രണങ്ങളിലും ട്രംപ് ഭരണകൂടം ശക്തമായ നടപടികളാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ നിയമവിരുദ്ധ കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള കർശനമായ നയങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. 2025 ജനുവരി 20 അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 26,000-ലധികം ആളുകളെയാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയത്. മുൻപ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ആദ്യ മാസങ്ങളിൽ നടന്ന നാടുകടത്തലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇരട്ടിയിലധികമാണ്. വിമാനങ്ങൾ വഴിയുള്ള നാടുകടത്തൽ നടപടികൾ ഊർജിതമാക്കിയതാണ് ഈ വർധനവിന് പ്രധാന കാരണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്നവരെയുമാണ് മുൻഗണനാ ക്രമത്തിൽ പുറത്താക്കുന്നത്. എന്നാൽ ഇതിൽ സാധാരണ കുടിയേറ്റക്കാരെയും ഉൾപ്പെടുന്നുണ്ടെന്നത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ നടപടികൾ അമേരിക്കയിലെ കുടിയേറ്റ സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്. കുടുംബങ്ങൾ വേർപിരിയുന്നതും കുട്ടികൾ തടങ്കൽ കേന്ദ്രങ്ങളിലാകുന്നതും മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനും ഇത്തരം കർശന നടപടികൾ അത്യാവശ്യമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്.